ഹായ്. നമ്മളിന്ന് ജലദോഷം, പനി, കഫക്കെട്ട് ഒക്കെ ഉണ്ടാവില്ലേ? അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ് ഉണ്ടാക്കുന്നത്. ഒരാൾ ഷെഫിൻ്റെ യൂണിഫോം ഒക്കെ ഇട്ട് വന്നു, ബട്ട് ചമി. അപ്പോൾ നമ്മൾ ആദ്യം ഗ്യാസ് അടുപ്പ് കത്തിക്കണം. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു ഗ്ലാസ് വെള്ളം, 250 to 300 ml. കുട്ടിക്ക് വെള്ളം ഒഴിക്കാൻ അറിയില്ല, നോ പ്രോബ്ലം. റിയലി യു ക്യാൻ പുട്ട് എ സ്പൂൺ. ഒരു സ്പൂൺ വെച്ചിട്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം പോകില്ല. അങ്ങനെ ഇങ്ങനെ പഠിക്കുക. എനിവേ ഇതൊന്ന് തിളക്കട്ടെ. ഇനി നമ്മൾ ലെമൺ കട്ട് ചെയ്യാണ്. ഇത് കുഞ്ഞ ലെമണാണ്, ജപ്പാൻ ലെമൺ എന്ന് പറയുന്നതിന്. ഓറഞ്ചിഷ് കളറാണ് അതിൻ്റെ ഉള്ളിലത്തെ ഫ്ലഷ്. അപ്പോൾ ഇത് ഒരു 3 എണ്ണം, കുഞ്ഞിതാണിത്, വളരെ ചെറുതാണ്, കാരണം കൊണ്ടൊരു 3 എണ്ണം. പക്ഷേ ചില ആൾക്കാർ പറയും ലെമണിൻ്റെ ജ്യൂസ് ഒന്നും അധികം നമ്മൾ കഴിക്കാൻ പാടില്ല, എല്ല് ദ്രവിക്കും, 8 ഡ്രോപ്സ് 10 ഡ്രോപ്സ് അങ്ങനെയൊക്കെ. സോ യു ഷുഡ് ബി വെരി കെയർഫുൾ ആൻഡ് കോഷ്യസ്. എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാനിതൊരു അത്യാവശ്യം ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ജ്യൂസ് കിട്ടുന്ന പോലത്തെ ഒരു കൺസിസ്റ്റൻസി എനിക്ക് വേണം. അതുകൊണ്ട് ഞാനൊരു 3 എണ്ണം കട്ട് ചെയ്യുമ്പോൾ എനിക്ക് 1.5 ടേബിൾ സ്പൂൺ കിട്ടും. അപ്പോൾ അത് കാരണം കൊണ്ട് 3 ലെമൺ നമ്മളെടുത്തിട്ട് കട്ട് ചെയ്യാണ്. എന്നിട്ട് അതിൻ്റെ ജ്യൂസ് നമ്മൾ എടുക്കുകയാണ്. നമ്മൾ ജ്യൂസ് പിഴിയാണ്. അപ്പോൾ ഇത് ഈ ജപ്പാൻ ലെമൺ എന്നൊക്കെ പറയണ ഇതാണ്. 3 എണ്ണം നമ്മൾ എടുത്തിട്ടുള്ളത്. സാധാരണ ലെമണൊന്നും 3 എണ്ണം എടുക്കരുത്, 1 എണ്ണം ധാരാളമാണ്. ഇത് കുഞ്ഞിതാണ്, എന്നാലൊരു ഓറഞ്ചും അല്ല ലെമണും അല്ലാത്തൊരവസ്ഥയിൽ പെട്ടാണ്. ശരിക്കും നമ്മൾ എടുക്കേണ്ടത് സാധാരണ ലെമണാണ്. അത് അര എടുത്താൽ മതിയാവും. ഒരു ലെമൺ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട, അരമുറി ലെമൺ എടുത്താൽ മതിയാവും. ഇതിപ്പോൾ ചെറുതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടില്ല, എൻ്റെ ഈ നഖത്തിൻ്റെ അത്ര പോലും വരുന്നില്ല അല്ലേ? ഇറ്റ് ഈസ് സോ സ്മോൾ. ഒരു കാടമുട്ടയുടെ അത്ര. ഈ വൃത്തികേട് കാണിക്കണ കുട്ടി. വേം പിഴിയൂ, ഫിൽട്ടർ ചെയ്ത് പിഴിയൂ. കണ്ടില്ലേ, നമ്മൾ 3 എണ്ണം സ്ക്വീസ് ചെയ്തിട്ടും ഒന്ന് ടിൽട്ട് ചെയ്യൂ ഗ്ലാസ്സിന്. കുറച്ച് ഒരു സ്പൂൺ, 1.5 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂണിൻ്റെ അത്രയ്ക്കേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത്ര കുറച്ച് ഇതിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ. ഓക്കെ, നമ്മൾ സാധാരണ ലെമൺ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അര മുറി എടുത്തിട്ടുണ്ടെങ്കിൽ ധാരാളമാണ്, കാരണം അത് കുറച്ചും കൂടി സ്ട്രോങ് ആൻഡ് പഞ്ചൻ്റ് ആണ്. ഇനി നമ്മൾ ഇതിലേക്ക് ഹണി ഒഴിക്കുകയാണ്. ഒഴിക്കൂ കൂട്ടി, ഹണി ശരിക്കും ഒഴിക്കൂ. പോരട്ടെ, ഇനിയും പോരട്ടെ, കുറച്ചും കൂടി ഹണി വന്നോട്ടെ. ഒരു ടീസ്പൂൺ മതി. യു മാസ്റ്റേർഡ് ഇറ്റ്. യെസ്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം, വെള്ളമെടുക്കാം. ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നാലേ എനിക്ക് കാണുള്ളൂ. യെസ്. എന്നിട്ട് ഈ ഗ്ലാസ്സിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ഒഴിക്കാം. ഇനിയൊന്നുമില്ല, ഇത് മിക്സാക്കുക സ്പൂൺ കൊണ്ട്, എന്നിട്ട് കുടിക്കുക. അപ്പോൾ ഇതിൽ ചില ആൾക്കാർ വിസ്കി ഒഴിക്കും, 60 ml. വിസ്കി ഒഴിക്കുകയാണെങ്കിലും നല്ലതാണ്. വിസ്കി ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ 3 ഇൻഗ്രീഡിയൻസും നല്ലതാണ്: തേൻ, വെള്ളം, നാരങ്ങ നീര്. വിസ്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, പക്ഷെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എഫക്റ്റീവായിട്ട് തോന്നിയില്ല. സാധാരണ ലെമൺ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ മാത്രമേ എനിക്കത് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആക്സിഡൻറ്റ് അല്ലേ? നന്നായിട്ടുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. ഈ ഡ്രിങ്ക് നമ്മൾ വല്ലപ്പോഴൊക്കെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ജലദോഷം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ തേനും ലെമൺ ജ്യൂസും വെള്ളവും കൂടി ചേർത്തിട്ടുള്ള നല്ല ചൂടുവെള്ളം ചേർത്തിട്ടുള്ള ഈ ഡ്രിങ്ക് നമ്മൾ കുടിച്ചാൽ നല്ലതാണ്. വെരി ഗുഡ് ഫോർ ഫീവറിനെ അവോയ്ഡ് ചെയ്യാം, കോഫ്, ജലദോഷം, ഇതൊക്കെ നന്നായിട്ട് സബ്ഡ്യൂഡ് ആവും. ടേസ്റ്റ് ഇറ്റ്. ചൂടുണ്ട്. ഓക്കെ, പാകാണ്. ഇത്രയ്ക്ക് തേനൊക്കെ മതി. ധാരാളം തേനിട്ടാലും ബുദ്ധിമുട്ടാണ്. അപ്പൊ നീ കാണാം നെക്സ്റ്റ് ടൈം. ബൈ.